സ്ട്രേഞ്ചർ തിങ്സ് എന്ന വിശ്വവിഖ്യാതമായ TV സീരീസ് ഓർമ്മയില്ലേ? അതിൻ്റെ 4ാമത്തെ ചാപ്റ്റർ അവസാനിക്കുന്നത്, 4ാമത്തെ സീസൺ അവസാനിക്കുന്നത് ഏകദേശം ഇങ്ങനെയാണ്. ഹോക്കിൻസിൻ്റെ ആകാശം മണ്ടരികളുടെ ചുവന്ന ചാരത്താൽ നിറഞ്ഞിരുന്നു. ഭൂമി പിളർന്ന് 4 വിള്ളലുകൾ ഹോക്കിൻസിൻ്റെ നഗരത്തെ ആകെ ഭീതിയിലാക്കി. പറഞ്ഞു വരുന്നത് സ്ട്രേഞ്ചർ തിങ്സിന് നിദാനമായ 4 അമേരിക്കൻ പ്രോജക്റ്റുകളെ കുറിച്ചിട്ടാണ്. ആദ്യത്തേത് പ്രൊജക്ട് മോണ്ടോക്ക്, 2 പ്രൊജക്ട് 112, 3 പ്രൊജക്ട് MK, 4 പ്രൊജക്ട് ഓപ്പറേഷണൽ മിഡ് നൈറ്റ് ക്ലൈമാക്സ് പ്രോജക്റ്റ്. ഈ 4 പ്രൊജക്റ്റുകളിലാണ് അമേരിക്കയിൽ നടന്നു എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ഈ പ്രോജക്റ്റുകളെ അടിസ്ഥാനമാക്കിയാണ് സ്ട്രേഞ്ചർ തിങ്സ് എന്ന് നമ്മൾ ഇന്ന് ഈ കാണുന്ന സീരീസ് ഉണ്ടായിട്ടുള്ളത്. 11 എന്ന് പറയുന്ന കഥാപാത്രത്തെ ഓർമ്മയില്ലേ? സ്ട്രേഞ്ചർ തിങ്സിൽ സൈക്കോ കൈനസിസ് എബിലിറ്റികളുള്ള 11 എന്ന് പറയുന്ന കഥാപാത്രം. ഈ കഥാപാത്രത്തിൻ്റെ റിയൽ ലൈഫ് രൂപമാണ് ടൈന റസിങ്സ്. ടൈന റസിങ്സ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ സാധ്യതയില്ല. നൈന എന്നുള്ള പേരിൽ പ്രശസ്തയായ പെൺകുട്ടി. സത്യത്തിൽ ഈ പെൺകുട്ടി USSRകാരിയാണ്. ഈ പെൺകുട്ടിയുടെ വിവരം വെളിയിൽ വന്നതോടെയാണ് ശരിക്കും ഓപ്പറേഷൻ മോണ്ടോക്ക് അല്ലെങ്കിൽ പ്രൊജക്ട് മോണ്ടോക്ക് എന്ന് പറയുന്ന 1970കളിൽ മനുഷ്യ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും മനുഷ്യ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും തക്കവണ്ണം ഒരു പ്രോജക്റ്റ് CIA, അമേരിക്കൻ ചാര സംഘടനയായ CIA ആവിഷ്കരിച്ചു എന്ന് പുറം ലോകം അറിഞ്ഞത്. ഇതിപ്പോഴും ഒരു കഥയായി മാത്രം നിൽക്കുന്നു, നോ എവിഡൻസ്. പിന്നെ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് സെക്സ് വർക്കേഴ്സ് ഉപയോഗിച്ചിട്ട് ആൾക്കാരിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തുകയും അതുപോലെ തന്നെ അവരുടെ മൈൻഡ് കൺട്രോളിങ്ങിന് വേണ്ടി മെഡിസിൻസ് നൽകുകയും ചെയ്യുന്ന പ്രോജക്റ്റായിരുന്നു. ഇനി 3ാമത്തെ പ്രൊജക്ട് MK അൾട്രാ പ്രോജക്റ്റ് കുറച്ചും കൂടി ഹയർ റേഞ്ചിലാണ്. സൈനികരിൽ നിന്നും ഈ പറയുന്ന രീതിക്ക് മെഡിസിൻസ് വെള്ളത്തിൽ കലർത്തിയും ഭക്ഷണത്തിലൂടെയും കൊടുത്ത് അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പ്രോജക്റ്റ്. ഇതൊക്കെ തന്നെ ഈ പറയുന്ന സ്ട്രേഞ്ചർ തിങ്സിൻ്റെ 3ാമത്തെ സീസണിൽ നമ്മൾ കണ്ടതാണ്. 4ാമത്തെ സീസൺ സംഭവം ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ 3ാമത്തെ സീസണിൽ ഈ പറഞ്ഞ 3 പ്രൊജക്റ്റുകളും കടന്നു വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ 5ാമത്തെയും ഫൈനൽ സീസണും ഈ വരുന്ന നവംബർ 26-ന് പുറത്തു വരുന്ന സമയത്ത് നമുക്കറിയാം ഇനിയും രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ചില അമേരിക്കൻ കഥകളെ കുറിച്ചിട്ട്.